ഫ്രണ്ട്സ്, മല്ലു സൈഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഗ്ലൂ ഉണ്ട്. നമ്മുടെ വീട്ടിലെ എക്യൂറെ ഒട്ടിക്കുന്ന ഒരു ഗ്ലൂ ആണ്. ഈ ഗ്ലൂവിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗ്ലൂവിന്റെ ഉള്ളിൽ കൂടി ഒരു ലൈറ്റ് കടത്തിവിട്ടാൽ ആ ലൈറ്റ് ഈ ഗ്ലൂവിന്റെ ഉള്ളിൽ കൂടി സ്കാറ്റർ ചെയ്തു പോകും. അപ്പൊ ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് നമുക്കൊരു അടിപൊളി മാജിക് ലാമ്പ് ഉണ്ടാക്കി നോക്കിയാലോ? പോയാലോ? നമ്മുടെ മാജിക് ലാമ്പ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു ഗ്ലൂ ഗണ്ണാണ്. പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബലൂൺസ് ആണ്. ഞാനിവിടെ ഒരു വലിയൊരു ബലൂണും ഒരു ചെറിയൊരു ബലൂണും എടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ബലൂണിൽ ഇതുപോലെ ഒരു ഹാഫ് റേഞ്ചിൽ വാട്ടർ ഫിൽ ചെയ്യാം. വാട്ടർ ഫിൽ ചെയ്ത ബലൂൺ ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്കിൻ ക്രീമാണ്. ഞാനിവിടെ എടുക്കുന്നത് വാസ്ലിൻ എന്ന് പറഞ്ഞ ക്രീമാണ്. നമ്മളെടുത്ത ഈ ക്രീം ബലൂണിന്റെ എല്ലാ സൈഡിലും ഒരേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗ്ലൂ ഗൺ എടുത്ത് ഇതുപോലെ റൗണ്ടിൽ ഒരു പാറ്റേൺ ബലൂണിന്റെ മേലെ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ബലൂണിന്റെ എല്ലാ ഭാഗത്തും കണക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഈ പ്രോസസ് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബലൂൺ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടുന്നത് വളരെ നല്ലതായിരിക്കും. ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത ഗ്ലൂ ഉണങ്ങിയതിന് ശേഷം ബലൂണിന്റെ ടിപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫിൽ ചെയ്ത വെള്ളം പോകുമ്പോൾ നമ്മുടെ ബലൂൺ ഈ ഗ്ലൂവിൽ നിന്നും വിട്ട് വരുന്നത് എന്ത് രസമായിട്ടാണ്. അതിനുശേഷം ഈ ഗ്ലൂ ലാമ്പിൽ നിന്നും എക്സസ് ആയ ഗ്ലൂവും ബലൂണും ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്ലൂ ലാമ്പ് പ്രകാശിക്കാൻ വേണ്ടി കുറച്ച് കളർഫുൾ LED ബൾബ് എടുക്കാം. പിന്നെ ഒരു ചെറിയ വയറും. എന്നിട്ട് നമ്മുടെ ഈ ചെറിയ LEDന്റെ രണ്ട് ടിപ്പിൽ രണ്ട് വയറും ടൈ ചെയ്ത് വെക്കാം. നമ്മൾ ടൈ ചെയ്ത് വെച്ച വയർ കുറച്ച് ഉറപ്പ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ സോൾഡർ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലൂ ലാമ്പിന്റെ ബേസ് നിർമ്മിക്കാൻ വേണ്ടി ഒരു ഡിസ്പോസൽ പ്ലാസ്റ്റിക് ഗ്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ LED കയറ്റി വെക്കാൻ ഒരു ചെറിയ ഹോളും ഉണ്ടാക്കാം. ആ ഹോളിലേക്ക് നമ്മൾ നേരത്തെ സോൾഡർ ചെയ്ത് വെച്ച LED ഇറക്കി കൊടുക്കാം. ഗ്ലൂ ഗൺ എടുത്ത് ആ LED ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ഈ ഗ്ലൂ ലാമ്പ് നമ്മുടെ ബേസിൽ ടൈറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഗ്ലൂ ലാമ്പിന്റെ ബേസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ബേസിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ഗിഫ്റ്റ് പേപ്പർ എടുത്ത് അവിടെ റാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴോട്ടേക്ക് ബാക്കി വരുന്ന ഗിഫ്റ്റ് പേപ്പർ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പ്ലാസ്റ്റിക് ഓർ സ്റ്റീൽ ബോട്ടിൽ എടുത്ത് അതിന്റെ എല്ലാ സൈഡിലും ക്രീം അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ബലൂണിൽ ചെയ്തതുപോലെ ഗ്ലൂ ഗൺ എടുത്ത് ഒരു ഡിസൈൻ ചെയ്യാം. നമ്മുടെ ഈ ക്രീം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ അപ്ലൈ ചെയ്ത ഗ്ലൂ അതിൽ നിന്നും എളുപ്പത്തിൽ വിട്ടുവരാനാണ്. നിങ്ങൾ പ്ലാസ്റ്റിക് ബോക്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ മേലെ കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്തു വെച്ച ഗ്ലൂ സ്റ്റാൻഡ് ഒരു സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ഇതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് മറിച്ച് വെച്ചിട്ട് അതിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ പ്ലേറ്റിന്റെ സെന്റർ തൊട്ട് സൈഡ് വരെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പോലെ ഉള്ള LED എടുത്ത് ഒന്ന് L ഷേപ്പിൽ ബെൻഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത സ്റ്റീൽ പ്ലേറ്റിന്റെ കറക്റ്റ് നടുഭാഗത്തായി വെച്ചതിനു ശേഷം നമ്മുടെ ഗ്ലൂ സ്റ്റാൻഡ് എടുത്ത് കറക്റ്റായിട്ട് ആ ഗ്ലൂവിൽ പ്ലേസ് ചെയ്യാം. ശേഷം നമ്മൾ വെച്ച LED ഫുൾ കവർ ചെയ്യുന്ന വിധത്തിൽ ഉള്ളിലും ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഉണങ്ങിയതിനു ശേഷം നമ്മുടെ ഗ്ലൂ സ്റ്റാൻഡ് ആ പ്ലേറ്റിൽ നിന്നും നീക്കം ചെയ്യാം. ഇനി നമ്മുടെ LED പ്രകാശിക്കാൻ ഒരു 9 വോൾട്ടിന്റെ ബാറ്ററി എടുക്കാം. പിന്നെ ഒരു ചെറിയ സ്വിച്ചും. ഈ സ്വിച്ചിന്റെ 2 നീഡിലേക്കും വയർ കണക്ട് ചെയ്ത ശേഷം നമ്മുടെ 9 വോൾട്ട് ബാറ്ററിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് പ്ലേസ് ചെയ്യാം. നമ്മൾ സ്വിച്ചിൽ കണക്ട് ചെയ്ത ഒരു വയർ നമ്മുടെ ബാറ്ററിയുടെ ഒരു നീഡിലേക്ക് സോൾഡർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 470 ഓം റെസിസ്റ്റർ ആവശ്യമുണ്ട്. കാരണം ഈ 9 വോൾട്ട് ബാറ്ററിയിൽ നിന്നും പവർ നേരിട്ട് നമ്മുടെ LED പോയാൽ നമ്മുടെ LED കത്തിപ്പോകും. നമ്മൾ എടുത്ത ഈ റെസിസ്റ്റർ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൽ കണക്ട് ചെയ്യാം. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച LED ലാമ്പിന്റെ 2 വയറിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം. നമ്മളിങ്ങനെ 2 ബലൂൺ യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇനി ഇതിന്റെ വർക്കിംഗ് കണ്ടാലോ? എന്ത് രസമായിട്ടാണ് നമ്മുടെ മാജിക് ലാമ്പും മാജിക് പെൻ ബോക്സും പ്രകാശിക്കുന്നത് നോക്കിയേ. ഇതിന്റെ ഒരു ഭംഗി ക്യാമറയിൽ എത്രത്തോളം കിട്ടും എന്ന് എനിക്കറിയില്ല. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ മാജിക് ലാമ്പും മാജിക് പെൻ ബോക്സും ഞാൻ വിചാരിച്ചതിനെക്കാട്ടും വലിയൊരു റിസൾട്ടാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതിലും നല്ല വീഡിയോസിനായി കാത്തിരിക്കൂ. ദിസ് ഈസ് ആനന്ദ് സൈനിങ് ഔട്ട് ഫ്രം മല്ലു സൈഫ.